എല്ലാവരും 28-ാം തീയതിയിലത്തെ വീഡിയോ കണ്ടല്ലോ. ഇനി നമുക്ക് 29-ാം തീയതിയിലത്തെ വീഡിയോ കാണാം. ഇന്നത്തെ ഉത്സവത്തിൻ്റെ, അതായത് ഇറവങ്കര മാവേലിക്കര, ആലപ്പുഴയിലെ മാവേലിക്കരയിലെ ഇറവങ്കരയിൽ മലമുറ്റം മലനട മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉത്സവമാണ് ഇന്ന്. മീന തിരുവാതിര മാർച്ച് 29. അപ്പോൾ എന്നാൽ നമ്മൾക്ക് ഉത്സവത്തിലോട്ട് പോവാം. അപ്പോൾ കാളയെടുത്തോട്ട് പോവാം. കാളയെ മാലയിട്ട് ഒരുക്കി നിർത്തിയേക്കാണ്. 28-ാം തീയതിയിലത്തെ വീഡിയോ ഒക്കെ കണ്ടല്ലോ. മാലയൊക്കെ ഇടുന്ന വീഡിയോ ഇനി അടുത്തതായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉത്സവത്തിൻ്റെ വീഡിയോ കാണാം. മാലയൊക്കെ ഇട്ടിട്ട് മാലയൊക്കെ ഇടുന്ന വീഡിയോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു വന്നായിരുന്നു. എന്നിട്ട് ഇപ്പോൾ കുളിച്ചിട്ട് ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഉത്സവത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുക. അപ്പോൾ നമുക്കെന്താ പോയാലോ? ആദ്യം മാല ഇടുന്ന വീഡിയോ കാണാം, എന്നിട്ട് പിന്നെ നമുക്ക് ഉത്സവത്തിൻ്റെ വീഡിയോ കാണാം. ചെണ്ടമേള ദൃശ്യാലയൊക്കെ വരുന്നുണ്ട്. കുട്ടേട്ടൻ അവിടെ വന്നിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, കാശി ചേട്ടൻ നാട്ടെ ഈ ബാഡ്ജൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഉത്സവത്തിന് വേണ്ടിയുള്ള ബാഡ്ജ്. പൈസ എൻ്റെ അച്ഛനെ വിളിക്കാൻ. ഞാൻ വീട്ടിലേക്ക് പോവാൻ തലവേദന കാളയെ ഒരുക്കുന്ന വീഡിയോയും മാലയിടുന്ന വീഡിയോ ഒക്കെ കണ്ടല്ലോ. കാളയെ കണ്ടല്ലോ, പന്മന കതിരവൻ. അപ്പം ഇനി നമുക്ക് ഉത്സവത്തിലോട്ട് പോവാം. ഇനി മലമുറ്റം വരെയുള്ള വീഡിയോ പൊളിയായിട്ട് എടുക്കുന്നതായിരിക്കും. അവസാനം ജീവിതം തുള്ളുന്ന വീഡിയോ വരെ കിടക്കായിരിക്കും. അപ്പം നമുക്ക് ഉത്സവത്തിലേക്ക് പോവാം.
ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് വീട്ടിൽ വന്ന് അല്ലല്ല അമ്മ അങ്ങനല്ല അങ്ങനല്ല ഇടയ്ക്ക് പോകണം അതില്ല, അത് നമ്മളെ ഈ വെട്ടം ബാക്കിൽ നിന്ന് അടിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് സ്ക്രീനിൽ മങ്ങൽ വരുന്നത്. പക്ഷെ റെക്കോർഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് റെക്കോർഡ്. ഇവിടെ നാളെ പരീക്ഷ എന്തോ എഴുതി വെക്കോടാ ഭാഗ്യത്തിന് ഇംഗ്ലീഷ് ആയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് എഴുതുക. നിനക്ക് മാത്സ് അല്ലേ? ഓടിന്ന് മാറിയില്ലേ? ഞാൻ നിന്നെ തന്നെ അത് വിട്ടാ പുള്ളിയോടെ നമ്മൾ സംസാരിക്കും. ഞാൻ മാറിക്കൊള്ളാ.
മഴയായി. ഞങ്ങളങ്ങനെ ഒരു വീട്ടിലൊക്കെ കയറിയിരുന്ന് ഇപ്പോഴത്തേക്കും തോണ്ട കാള ദൂരെ ഫുള്ള് ടാർപ്പയിട്ട് വെച്ചേക്കുന്നു. അങ്ങനെ മഴയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ച് തോർന്നപ്പോഴത്തേക്കും കാളെ പിടിച്ച് അങ്ങോട്ടൊരു ജംഗ്ഷനിൽ വെച്ച് ഇനി തെക്കോട്ട് പിടിച്ചുകൊണ്ട് അങ്ങ് അമ്പലത്തിലോട്ട് പോകണം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയെല്ലാം അങ്ങ് തോർന്നു. പിന്നെ നാട്ടെ ചെണ്ടവളക്കാരൊക്കെ ഇറങ്ങാൻ പോവാ. ഇനി ഇവിടെ ഒരു മേളം ഉണ്ടായിരിക്കും.
ഉണ്ടായിട്ടുണ്ട്. ദയവേത് ഇനിയും ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന കെട്ടുത്സവ സമിതി ഭാരവാഹികളും അംഗങ്ങളും ദയവേത് ആഘോഷ കമ്മിറ്റിയോടും ക്ഷേത്ര ഭരണസമിതിയോടും സഹകരിക്കണം എന്നൊരു